21 തിരുവചനങ്ങൾ. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിക്കുകയും 3 ദിവസം കഴിഞ്ഞ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഞങ്ങളുടെ പഴയ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോകൾക്ക് മറുപടി ഇല്ലാതായതോടെ ഇസ്ലാമിക പക്ഷത്തെ സംവാദകനായ ഹാരിസ് മദനി എനിക്കെതിരെ കേസ് കൊടുത്തത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. അതിനുശേഷം ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇപ്പോൾ വേറൊരു കാര്യം കൂടി മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ദാവാക്കാർ മാസ് റിപ്പോർട്ടിംഗ് നടത്തി പൂട്ടിച്ചു എന്നുള്ളതാണത്. ആദ്യം പൂട്ടിച്ചപ്പോൾ ഞങ്ങൾ റിവ്യൂവിന് അപേക്ഷ കൊടുത്തു. ഫേസ്ബുക്ക് ടീം അത് പരിശോധിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല, തെറ്റായ കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പിനകത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് തിരിച്ചു തന്നു. എന്നാൽ ദാവാക്കാർ എന്ത് ചെയ്യുന്നറിയാമോ, പിന്നെയും റിപ്പോർട്ടിംഗ് തുടർന്നു. ഉച്ചയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗ്രൂപ്പ് പൂട്ടിപ്പോയി. ആശയപരമായി സംവദിക്കാൻ മുസ്ലിങ്ങൾക്കുള്ള കഴിവില്ലായ്മയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലായിരുന്നെങ്കിൽ വിമർശിക്കുന്നവൻ്റെ കഴുത്ത് വെട്ടിക്കളയാം അവർക്ക്. പക്ഷേ ഇന്ത്യയിൽ ഇസ്ലാം ന്യൂനപക്ഷമായതുകൊണ്ട് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെയെ വന്ന് സകലതിനെയും ചവിട്ടിക്കൂട്ടും എന്നൊരു പേടി ഇവന്മാർക്കുണ്ട്. അതുകൊണ്ട് കൈവെട്ട് കഴുത്തുവെട്ട് പോലെയുള്ള സ്ഥിരം ഇസ്ലാമിക കലാപരിപാടികൾ കേന്ദ്രത്തിൽ മോദി ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ചെയ്യാനുള്ള ധൈര്യം ഈ ഭീരുക്കൾക്കില്ല. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഇടത്താണെങ്കിൽ ഇതുപോലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഗ്രൂപ്പുകളെ മാസ് റിപ്പോർട്ടിംഗ് നടത്തി പൂട്ടിക്കും. അതല്ലെങ്കിൽ വിമർശനം നടത്തുന്നയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കും. രണ്ടിടത്തായാലും വിമർശകനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നതല്ലാതെ വിമർശനത്തെ ഇവർ അഡ്രസ്സ് ചെയ്യുകയില്ല. ആശയപരമായി പിടിച്ചു നിൽക്കാൻ വിമർശനങ്ങൾക്ക് സ്വന്തം പ്രമാണഗ്രന്ഥങ്ങളിൽ നിന്ന് മറുപടി പറയുവാൻ ഇവർക്കൊരിക്കലും കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കുന്നത്. ഇനി ഇവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ മതസ്ഥാപകൻ്റെ കാലം മുതൽക്കേ ഇതിങ്ങനെ തന്നെയാണ്. ഏതായാലും ഞങ്ങൾ സത്യത്തിൻ്റെ പോരാളികൾ എന്ന പേരിൽ പുതിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം. പഴയ ഗ്രൂപ്പിൽ ആദ്യകാലത്ത് ഇട്ടിരുന്ന പോസ്റ്റുകളെല്ലാം, അതായത് 6, 7, 8 കൊല്ലം മുമ്പൊക്കെ ഞങ്ങൾ ഇട്ടിരുന്ന പോസ്റ്റുകൾ, അതിന് ശേഷം പിന്നെ ഇട്ടിട്ടൊന്നുമില്ല, അത് ഒരിക്കൽ മാത്രം ഇട്ടതാണ്. അപ്പോൾ ആ പോസ്റ്റുകളെല്ലാം ഞങ്ങൾ ഇനി വീണ്ടും പുതിയ ഗ്രൂപ്പിൽ ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാൻ, ഗൗരവമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഇത് വളരെ സഹായകരമായിരിക്കും. ഒരു കാലത്ത് ഇസ്ലാമിന് വേണ്ടി കൊല്ലാനും ചാകാനും മടിയില്ലാതെ നടന്നിരുന്ന ആൾക്കാർ വരെ പിൽക്കാലത്ത് ഇസ്ലാം ഉപേക്ഷിച്ച് മുഹമ്മദിനും അല്ലാഹുവിനും ഖുറാനും എതിരെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നതിനൊക്കെ കാരണമായ ഒരു പ്രധാന പങ്ക് വഹിച്ച പഴയ കാലത്തെ പോസ്റ്റുകളൊക്കെയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഞാനത് ഉറപ്പ് തരാം. ഞങ്ങളുടെ പഴയ യൂട്യൂബ് ചാനൽ ഞങ്ങളിട്ട വീഡിയോകൾക്ക് മറുപടി പറയാനില്ലാതെ വന്നപ്പോൾ ഹാരിസ് മദനി കൊടുത്ത മതനിന്ദാ കേസിൽ ഹൈക്കോടതി എനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയുണ്ടായി. അതിനുവേണ്ടി പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി പറയുന്നു. മുൻകൂർ ജാമ്യത്തിലായതുകൊണ്ട് ഞാൻ പുതിയ വീഡിയോകളൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി അല്ലയ്യപ്പനെതിരെ എന്ത് വീഡിയോ വേണമെങ്കിലും ചെയ്യാം, അവൻ മിണ്ടുകയില്ല എന്ന് ചില ദാവാക്കാർ അവരുടെ രഹസ്യ ഗ്രൂപ്പുകളിൽ സന്തോഷം പങ്കുവച്ചതായി ഞാൻ അറിഞ്ഞു. അത് ദാവാക്കാരുടെ വെറും തോന്നലാണ്, വ്യാമോഹം മാത്രമാണ്. സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്തിരുന്ന അഭിഭാഷകനോട് ഞാൻ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിരുന്നു. ഇപ്പോൾ മുസ്ലിങ്ങൾ എനിക്കെതിരെയും എൻ്റെ വിശ്വാസത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇറക്കുന്ന വീഡിയോകൾക്ക് മറുപടി വീഡിയോ ഇറക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, അങ്ങനെ ഞാൻ വീഡിയോ ഇറക്കിയാൽ എൻ്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യപ്പെടുമോ എന്ന കാര്യത്തിലാണ് ഞാൻ നിയമോപദേശം തേടിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ നിയമോപദേശം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേരും ഫോട്ടോയും ഒക്കെ വെച്ച് എനിക്കെതിരെയും എൻ്റെ വിശ്വാസത്തിനെതിരെയും ആരെങ്കിലും വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയോ കമൻ്റ് ഇടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി വീഡിയോ ചെയ്യാം. ഈ ഒരു കാരണം കൊണ്ട് മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യുകയില്ല എന്നുള്ള നിയമോപദേശമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അയാൾക്ക് സ്വന്തം ഭാഗം വിശദീകരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അയാളൊരു കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് അജ്മൽ കസബിന് വരെ ഇന്ത്യൻ കോടതിയിൽ സ്വന്തം ഭാഗം പറയാൻ സാധിച്ചത്. അപ്പോൾ അനിലിനെതിരെയോ അനിലിൻ്റെ വിശ്വാസത്തിനെതിരെയോ വരുന്ന ഏതൊരു വീഡിയോയ്ക്കും ഫേസ്ബുക്ക് പോസ്റ്റിനും കമൻറ്റിനും മറുപടി പറയാനുള്ള ഭരണഘടനാപരമായ അവകാശം അനിലിനുണ്ട് എന്നാണ് സുപ്രീം കോടതിയിലുണ്ടായിരുന്ന അഭിഭാഷകൻ എന്നോട് പറഞ്ഞത്.
എൻ്റെ പേരും ഫോട്ടോയും വെച്ച് ദാവാക്കാർ ഇഷ്ടം പോലെ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അറേബ്യൻ ജിഹാദി ഇഷ്ടം പോലെ വീഡിയോകളാണ് എൻ്റെ പേരും ഫോട്ടോയും വെച്ചിട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോകളുമാണ്. അങ്ങനെയുള്ളതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഇറക്കാൻ യാതൊരു നിയമതടസ്സവും എനിക്കില്ല എന്നുള്ള കാര്യം ദാവാക്കാർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ മിണ്ടാതിരിക്കും എന്നുള്ളത് ദാവാക്കാരുടെ വെറും ദിവാസ്വപ്നം മാത്രമാണ്. ഞങ്ങളങ്ങനെ മിണ്ടാതിരിക്കുകയൊന്നുമില്ല. സാധാരണഗതിയിൽ ഞാൻ വ്യക്തിപരമായി എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. എൻ്റെ വിശ്വാസത്തിനെതിരെയോ എൻ്റെ കർത്താവിനെതിരെയോ സംസാരിക്കുന്നതിന് മറുപടി കൊടുക്കുക, വ്യക്തിപരമായി എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് അത് അവഗണിച്ചു വിടുക, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വ്യക്തിപരമായി എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ പോകാറുള്ളൂ. ഇപ്പോൾ അത്തരം ഒരു സ്ഥിതിയിലാണ് ഞാൻ ഉള്ളത്. കുപ്രസിദ്ധ തീവ്രവാദിയായ അറേബ്യൻ ജിഹാദി എനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ആരോപണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഈ പാൽപ്പൊടി കൊടുത്ത് തവിട് കൊടുത്ത് ഉപ്പാവ് കൊടുത്തിട്ടൊക്കെ മതം മാറ്റുന്നുണ്ടല്ലോ, അതേപോലെ മതം മാറ്റിയതാണ് ഈ അനിലയ്യപ്പൻ ഒരു ചായ അടിച്ച് നടന്നിരുന്ന ആളാണെന്ന് അനിലയ്യപ്പൻ തന്നെ ഏതോ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. കാരണം മോദി ചായ അടിച്ചിട്ട് പ്രധാനമന്ത്രിയായി. അപ്പൊ അതേപോലെ പ്രധാനമന്ത്രി ആവാനുള്ള ഒരു സ്വപ്നമൊക്കെ വെച്ചിട്ടാണ് നടന്നിരുന്നത്, പക്ഷെ ആയില്ല. അപ്പൊ എന്ത് ചെയ്ത് ഈ ഉപ്മാവൊക്കെ തിന്ന് ഈ പാൽപ്പൊടിയൊക്കെ ഉപയോഗിച്ച് പാലൊക്കെ കലക്കി കുടിച്ച് നേരെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചാല് ഏറ്റവും കുറഞ്ഞത് ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു പ്രധാന തന്ത്രിയെങ്കിലും ആവാലോ, പ്രധാനമന്ത്രിയെങ്കിലും വേണ്ട പ്രധാന തന്ത്രി ആവാലോ എന്ന് സ്വപ്നം കണ്ടു വന്നതാണ്. അല്ലാതെ നേരെ ചൊവ്വേ ഒരു ബൈബിളിന്റെ കാര്യം ചോദിച്ചൊന്നും അറിയില്ല. ഈ ഹദീസുകൾ അവിടെ നിന്നൊക്കെ എടുത്ത് വന്ന് വായിച്ചിട്ട് വലിയ ആളാവുക മാത്രമേ ഉള്ളൂ. ഹദീസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് അതങ്ങനെ മനസ്സിലാക്കില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ആരാണ് അത് എഴുതിയത്, ആ എഴുതിയതിന്റെ സാഹചര്യം എന്താണ്, ആ എഴുതിയ സമയത്ത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ കൂടി നോക്കിയാലല്ലേ ഒരു ഹദീസ് മനസ്സിലാവുള്ളൂ. അല്ല വെറുതെ ഒരു ഹദീസ് കൊടുത്തിട്ട് പ്രവാചകൻ ഇടത്തോട്ട് നോക്കിയിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യം എന്താണുള്ളത്? അങ്ങനെ ഒരു ഹദീസിൽ എന്തോ ഒന്നും മനസ്സിലാവൂല. അപ്പൊ എന്താ വെച്ചാല് സ്വയം അറിവില്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസുകളൊക്കെ എടുത്ത് വരുന്നത്. അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ വെച്ചാല് ഏത് രൂപത്തിലാണോ ഇപ്പോ ഈ പാൽപ്പൊടിയും ഇപ്പൊ കാശും വീടൊക്കെ പ്രലോഭനങ്ങൾ കൊടുത്തിട്ടും നിർബന്ധിച്ചിട്ടും മതം മാറ്റുന്നത്, അതേപോലെ മതം മാറിയതാണ് ഈ അനിലയ്യപ്പനും. പിന്നെന്താ വെച്ചാല് മൂപ്പർക്ക് കുറച്ച് കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ട്, അപ്പൊ മൂപ്പര് ഈ വക പരിപാടിയായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുബോധം എന്ന് പറയുന്നത് ഇവന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. 10-18 കൊല്ലം മുമ്പ് ഞാൻ ട്രെയിനിൽ ചായ വിറ്റ് നടന്നത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയായിരുന്നെന്നാണ് ഈ ജിഹാദി പറയുന്നത്. ഇവൻ്റെ വിചാരം പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത ട്രെയിനിൽ ചായ വിൽക്കുന്നതാണെന്നാണ്. അത് കേട്ട് കൈയടിക്കാൻ കുറേ മണ്ടൻ ഫാൻസും ഇവനുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമായി മദ്രസയെ കയറുന്ന സമയത്ത് മദ്രസയ്ക്ക് പുറത്ത് ചെരുപ്പ് അഴിച്ചു വയ്ക്കാൻ പറഞ്ഞപ്പോൾ ചെരുപ്പിനോടൊപ്പം തലച്ചോറും അഴിച്ചു വെച്ച ടീംസാണ് ഇവരൊക്കെ. മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചെരുപ്പെടുത്ത് കാലിലിട്ടു, പക്ഷേ തലച്ചോറ് ഇതുവരെ തിരിച്ചു വെച്ചിട്ടില്ല. അതിപ്പോഴും അവിടെ തന്നെ മദ്രസയ്ക്ക് പുറത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഇവനൊക്കെ വിളമ്പാനും ആ മണ്ടത്തരങ്ങൾക്ക് കൈയടിക്കാനും അവന്മാർക്കും പറ്റുന്നത്. പിന്നെ ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് പ്രധാന തന്ത്രി എന്നൊരു റോളുണ്ടെന്നാണ് അറേബ്യൻ ജിഹാദി പറയുന്നത്. സഭ എന്ന് പറഞ്ഞാൽ അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്ന് ചോദിക്കുന്ന ഐറ്റംസാണ് ഇവനൊക്കെ. ഇവ മാത്രമല്ല, ഇവൻ്റെ വീഡിയോ കേൾക്കാനിരിക്കുന്നവരും കാണാനിരിക്കുന്നവരും അങ്ങനെയുള്ളവരാണെന്ന് ഇവനറിയാം. അതുകൊണ്ടാണ് ഇമാതിരി മണ്ടത്തരങ്ങൾ പറയാൻ ഇവന് ധൈര്യം കിട്ടുന്നത്. എന്നാൽ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. അനിൽകുമാർ അയ്യപ്പൻ ഉപ്പുമാവിനും പാൽപ്പൊടിക്കും വേണ്ടി മതം മാറിയവനാണെന്നാണ് ഈ ഇമ്രാൻ കുഞ്ഞ് പറയുന്നത്. അവനിത് സ്വന്തം അനുഭവത്തിൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെയും പൂർവികരുടെയോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. കാരണം കാശു കൊടുത്ത് മതം മാറ്റുന്നതും മതം മാറിയവരെ കാശു കൊടുത്ത് മതത്തിൽ നിലനിർത്തുന്നതും ഇസ്ലാമിൻ്റെ പഠിപ്പിക്കലാണ്. അത് ക്രിസ്ത്യാനികളുടെ പഠിപ്പിക്കലല്ല, ബൈബിളിൻ്റെ പഠിപ്പിക്കലല്ല. ഹദീസ് ഞാൻ പുറകെ തരാം, ഇസ്ലാമിൻ്റെ പഠിപ്പിക്കലാണെന്നുള്ളതിന്. ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തു മതത്തിന് അതീതനാണ്. ഏതെങ്കിലും മതത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയല്ല, മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തു എന്ന നാമത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് ഞാനടക്കമുള്ള സകല മനുഷ്യരുടെയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചത്. ഞാൻ മനുഷ്യവർഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് രക്ഷ ലഭിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് രക്ഷ ലഭിച്ചു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. എൻ്റെ നീതീകരണത്തിന് വേണ്ടി 3 ദിവസം കഴിഞ്ഞ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം എൻ്റെ ഉള്ളിൽ തന്നു.
റോമാലേഖനം 8:16 പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്നാണ്. അതെൻ്റെ അനുഭവമാണ്. എൻ്റെ ഉള്ളിൽ എന്നോട് നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് സംസാരിക്കുന്ന ദൈവാത്മാവിനെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. മരണശേഷം ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകുമെന്ന ഉറപ്പ് ദൈവവചനം എനിക്ക് തരുന്നുണ്ട്. എൻ്റെ ഉള്ളിലെ ദൈവാത്മാവും എനിക്ക് ആ ഉറപ്പ് തരുന്നുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ജിഹാദികളുടെ ഭീഷണിക്ക് എന്നെ നിശബ്ദനാക്കാൻ സാധിക്കാത്തത്. എന്നെ മാത്രമല്ല, ഞങ്ങളുടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ടീമിനെ മൊത്തം ഇവർക്ക് നിശബ്ദനാക്കാൻ പറ്റാത്തത് ഈ ഉറപ്പ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ഒരു ഭൗതിക ലാഭവും കണ്ടിട്ടല്ല ഞാൻ യേശുക്രിസ്തുവിലേക്ക് വന്നത്. മാത്രമല്ല, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇഷ്ടംപോലെ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിശ്വാസത്തിൽ ഇന്നും നിലനിൽക്കുന്നതും. കാരണം ആത്മാർത്ഥമായി തന്നെ അനുഗമിക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് യേശു ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 16:1-3 വരെയുള്ള വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. യോഹന്നാൻ 16:1-3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് പറഞ്ഞത് തന്നെ അനുഗമിക്കുന്നവരെ ലോകം കൊന്നുകളയാനും മടിക്കില്ല. അത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കും നിങ്ങളെയൊക്കെ അവർ കൊല്ലുക എന്നാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൊല്ലുന്നവർ അത് മുസ്ലിങ്ങളാണ്. കാരണം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യാനികളെ കൊല്ലുക എന്ന കർത്താവ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കൂട്ടരേ ഈ ലോകത്തുള്ളൂ. തടവിൽ പിടിച്ച ക്രിസ്ത്യാനികളെ കഴുത്തറക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മുക്രയിടുന്ന മുസ്ലിങ്ങളുടെ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു വാചകം നോക്കാം. മത്തായി സുവിശേഷം 10:16 വാക്യം: ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. മത്തായി 10:16. അപ്പോൾ ഇതിനെല്ലാം ചുരുക്കി ഒറ്റ വാചകത്തിൽ അനുഗ്രഹീത അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. 2 തിമോത്തിയോസ് 3:12. ഇത് പട്ടുമെത്തയല്ല, ഉൾപ്പാതയാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എനിക്കിതിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കരം എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഈ ലോകമാകുന്ന മുൾപ്പാത താണ്ടുകയും ചെയ്യും. അപ്പോൾ അനിൽ ഈ വിശ്വാസത്തിൽ വന്നതിനും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും വ്യക്തമായ കാരണങ്ങൾ അനിലിനുണ്ട്. അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാരണമാണ്, അല്ലാണ്ട് വെറുതെ എൻ്റെ തോന്നലൊന്നുമല്ല. എന്നാൽ ഇതാണോ ഇസ്ലാമിൻ്റെ അവസ്ഥ? അല്ല. അതിലേക്ക് മാറുന്നവരുടെ മുമ്പാകെ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. എനിക്ക് തന്നെ എത്രയോ പ്രാവശ്യം ഓഫറുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പല സ്നേഹിതന്മാർക്കും അങ്ങനെയുള്ള ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട്. പണം കൊടുത്ത് ആൾക്കാരെ മതത്തിൽ ചേർക്കുന്ന ഈ കലാപരിപാടിയുടെ ഉപജ്ഞാതാവ് വേറെ ആരുമല്ല, ഇവരുടെ മതസ്ഥാപകനായ മുഹമ്മദ് തന്നെയാണ്. ഹദീസ് ഞാൻ പുറകെ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇസ്ലാമിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകനായ മുഹമ്മദിന് തൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവരുടെ പ്രമാണം വെച്ച് പരിശോധിച്ച് നോക്കാം. ഒരു മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അവന് ഏറ്റവും പ്രധാനമായി വേണ്ടത് പാപത്തിൻ്റെ പരിഹാരമാണ്, പാപമോചനമാണ്. പാപത്തിന് പരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പാപത്തിന് പരിഹാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് സമാധാനത്തോടെ മരണത്തെ നേരിടാൻ കഴിയൂ. കാരണം പാപമോചനം ലഭിച്ച മനുഷ്യന് മാത്രമേ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കൂ. പാപമോചനം ലഭിച്ച മനുഷ്യന് മാത്രമേ ആത്മരക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരുത്തിന് പാപമോചനം ഒഴികെ വേറെ എന്തൊക്കെ കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു ഉറപ്പ്, പാപമോചനത്തിൻ്റെ ഉറപ്പ് മുഹമ്മദിന് കൊടുക്കുന്നുണ്ടോ, മുസ്ലിമിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഖുർആനിൽ നമുക്ക് നോക്കാം. സൂറ 46:9 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നബിയെ പറയുക, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല. എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ എന്ത് ചെയ്യപ്പെടും എന്ന് എനിക്ക് അറിയുകയുമില്ല.
എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെ പിന്തുടരുക മാത്രമാകുന്നു ഞാൻ ചെയ്യുന്നത്. ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. സൂറ 46:9. എനിക്കോ നിങ്ങൾക്കോ എന്താകും എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയാനാണ് മുഹമ്മദിനോട് മലക്ക് ആവശ്യപ്പെടുന്നത്. അതായത് മരണശേഷമുള്ള മുഹമ്മദിൻ്റെയും മുസ്ലിങ്ങളുടെയും ജീവിതം എന്തായിത്തീരുമെന്ന കാര്യത്തിൽ ഖുർആൻ യാതൊരു ഉറപ്പും മുഹമ്മദിനോ മുസ്ലിങ്ങൾക്കോ നൽകുന്നില്ല. അള്ളാഹു അങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നില്ല. ഈ മലക്ക് ഒരു ഉറപ്പ് നൽകുന്നില്ല. അപ്പോൾ തനിക്ക് തിന്നാൻ തവിടില്ല, പിന്നെയാണോ പന്നിയെ വളർത്തുന്നതെന്ന് കാരണവന്മാർ ചോദിച്ചതുപോലെ തൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്തായിത്തീരും എന്നുറപ്പില്ലാത്ത മുഹമ്മദ് എങ്ങനെയാണ് തന്നെ അനുഗമിക്കുന്നവർക്ക്, തൻ്റെ അനുയായികൾക്ക് ആത്മരക്ഷ വാഗ്ദാനം ചെയ്യുന്നത്? മുഹമ്മദിന് പോലും ആത്മരക്ഷയും സമാധാനവും കൊടുക്കാൻ കഴിയാത്ത അള്ളാഹുവിന് മുഹമ്മദിൻ്റെ അനുയായികൾക്ക് ഇതൊക്കെ കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ കാലത്ത് ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ചില ഹദീസുകൾ ഞാൻ വായിക്കാം. ഇബ്നു ശിഹാബ് നിവേദനം: നബി മക്ക വിജയം നടത്തി. പിന്നെ പ്രവാചകൻ കൂടെയുള്ള മുസ്ലിങ്ങളെയും കൂട്ടി പുറപ്പെട്ട് ഹുനൈനിൽ വെച്ച് യുദ്ധം നടത്തി. അപ്പോൾ അള്ളാഹു അവൻ്റെ മതത്തെയും മുസ്ലിങ്ങളെയും സഹായിച്ചു. അന്ന് സൊഫ്വാൻ ഇബ്നു ഉമയ്യത്തിന് 100 ഒട്ടകങ്ങളെ കൊടുത്തു. പിന്നെ 100 എണ്ണത്തിനെയും പിന്നെയും 100 എണ്ണത്തിനെയും. സഫ്വാൻ പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, റസൂൽ എനിക്ക് ധാരാളം നൽകി. അദ്ദേഹം എനിക്ക് ഏറെ കോപമുള്ളവനായിരുന്നു. അദ്ദേഹം എനിക്ക് പിന്നെയും നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്ക് ഏറെ പ്രിയങ്കരനായി തീർന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 59. മുഹമ്മദിനോട് ഒരു താല്പര്യവുമില്ലാതിരുന്ന ആളായിരുന്നു സഫ്വാൻ ഇബ്നു ഉമയ്യത്ത്. അതറിയാവുന്നതുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്തു? അമുസ്ലിങ്ങളെ കൊള്ളയടിച്ച് കിട്ടിയ സമ്പത്തിൽ നിന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യത്തിന് വാരിക്കോരി കൊടുത്തു. ഈ ഹദീസിൽ നമ്മൾ കാണുന്നത് 300 ഒട്ടകങ്ങളെ സഫ്വാന് കൊടുത്തതായിട്ടാണ്. കൊടുക്കുന്നതിന് മുഹമ്മദിന് എന്താ കുഴപ്പം? മുഹമ്മദ് അധ്വാനിച്ചതോ കഷ്ടപ്പെട്ടതോ ഒന്നും അല്ലല്ലോ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടല്ലേ. അപ്പോൾ എത്ര വേണമെങ്കിലും എടുത്തു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു ഹദീസ് ഞാൻ വായിക്കാം. മൂസ ഇബ്നു അനസ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം: റസൂൽ തിരുമേനി ഇസ്ലാമിൻ്റെ പേരിൽ എന്ത് ചോദിക്കപ്പെട്ടാലും അത് കൊടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ നബിയുടെ അടുക്കൽ ഒരാൾ വന്നു. 2 കുന്നുകൾക്കിടയിലുള്ള ആടുകളെ അയാൾക്ക് കൊടുത്തു. അപ്പോൾ അയാൾ തൻ്റെ ജനതയിലേക്ക് മടങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊള്ളുവിൻ. മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കാത്ത വിധം ധർമ്മം ചെയ്യുന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 43 ഹദീസ് നമ്പർ 57. ഇസ്ലാം മതം സ്വീകരിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടും. മതം മാറാൻ വേണ്ടി മുഹമ്മദ് ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ടെന്നാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞത്, സ്വന്തം നാട്ടിൽ വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ കാശ് കൊടുത്ത് മതം മാറ്റുന്ന പരിപാടി മുഹമ്മദിൻ്റെ കാലം മുതലേ മുസ്ലിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ അറേബ്യൻ ജിഹാദിയുടെ മാതാപിതാക്കൾ അറേബ്യയിൽ നിന്ന് മുസ്ലിങ്ങളായി ഇങ്ങോട്ട് വന്നവരൊന്നും അല്ലല്ലോ, ഈ നാട്ടിലുണ്ടായിരുന്നവർ തന്നെയല്ലേ. വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ആൾക്കാരല്ലേ. പിന്നീട് ഇസ്ലാമിലേക്ക് അവർ മതം മാറുകയല്ലേ ചെയ്തത്. അവരെന്തിനാണ് ഇസ്ലാമിലേക്ക് മാറിയത്? പാപമോചനം അല്ലെങ്കിൽ ആത്മരക്ഷ കിട്ടാൻ വേണ്ടിയാണെന്ന് പറയരുത്. കാരണം ഖുർആൻ അക്കാര്യത്തിൽ യാതൊരു ഉറപ്പും തരുന്നില്ല. മുഹമ്മദിന് പോലും അക്കാര്യത്തിൽ ഉറപ്പ് കൊടുത്തിട്ടില്ല, പിന്നെ ഇവർക്കാണോ കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ പിന്നെ എന്ത് കണ്ടിട്ടായിരിക്കും ഇവർ ഇസ്ലാമിലേക്ക് മതം മാറിയത്? ഈ അറേബ്യൻ ജിഹാദിയുടെ പൂർവികർ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് കൊടുക്കാത്തൊരു ഗ്രന്ഥത്തിലും എന്നെക്കൊണ്ടോ നിങ്ങളെക്കൊണ്ടോ അള്ളാഹു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ മുഹമ്മദിലും സ്വന്തം പ്രമാണ ഗ്രന്ഥങ്ങൾ വെച്ചുപോലും അസ്തിത്വം തെളിയിക്കാൻ കഴിയാത്ത അള്ളാഹുവിലും വിശ്വസിച്ച് അവരെന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മതം മാറിയതെന്ന് കുറച്ച് മുമ്പ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഹദീസുകളുണ്ടല്ലോ, അത് നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന്. ആത്മാവിൻ്റെ രക്ഷ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആമാശയം നിറയ്ക്കാൻ വല്ലതും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ അറേബ്യൻ ജിഹാദിയുടെ പൂർവികർ ഇസ്ലാമിലേക്ക് മാറിയതെന്ന് ഈ ഹദീസുകൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അറേബ്യൻ ജിഹാദി ഈ ജാതി ഡയലോഗ് അടിക്കുന്നത് അവൻ്റെ കുടുംബചരിത്രത്തിൽ നിന്നും അവന് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിലാണ്. അവൻ്റെ വിചാരം എല്ലാവരും അവൻ്റെ പൂർവികരെ പോലെ എന്തെങ്കിലും നക്കാൻ കിട്ടിയാൽ അപ്പോൾ തന്നെ മതം മാറാനിരിക്കുന്നവരാണെന്നാണ്. അതാണ് അവൻ്റെ വിചാരം. പണം കൊടുത്ത് മതം മാറ്റുക മാത്രമല്ല, പണം കൊടുത്ത് ഇസ്ലാമിക വിമർശകന്മാരെ വിലക്കെടുക്കാനും ഖുർആനിൽ മലക്ക് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഈ കൽപ്പന പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിച്ച് ഓഫ് ട്രൂത്ത് ജിന്ന് വിഭാഗം നേതാവായ മുഹമ്മദ് ഈസയുടെ സഹോദരൻ മുഹമ്മദ് യൂസഫ് എനിക്ക് പണവും സ്ഥലവും മറ്റുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ ചെയ്തതിൻ്റെ വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ തന്നെ, അതിൻ്റെ ശബ്ദരേഖ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാകും.
ഇപ്പോൾ വാട്സാപ്പിൽ വെച്ച് ഞാനുമായി നടത്തിയ ഒരു ഡിബേറ്റിൽ ഇസ്ലാമിക പക്ഷത്തിന് പച്ച തൊടാൻ പറ്റാതെ വന്നപ്പോഴാണ് മുഹമ്മദ് ഈസയുടെ ചേട്ടൻ മുഹമ്മദ് യൂസഫ് എനിക്ക് വീട് സ്ഥലവും വാഗ്ദാനം ചെയ്തുകൊണ്ട് വോയിസ് ക്ലിപ്പ് അയച്ചത്. എന്നെപ്പോലത്തെ ഒരു ഇസ്ലാമിക വിമർശകനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം എന്നുള്ള മുഹമ്മദ് ഈസയുടെ ടീമിൻ്റെ ഈ തീരുമാനം അബദ്ധത്തിൽ നിന്നുണ്ടായതൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഇത് ഖുർആനിൽ മലക്കും ഹദീസുകളിൽ മുഹമ്മദും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂറ 9:60 പറയുന്നത് ഇങ്ങനെയാണ്: ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറ 9:60. ഇതിൽ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ? ആരാണ് ഈ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ? നമുക്ക് തഫ്സീറുകൾ നോക്കാം. ഖുർആൻ്റെ കമൻട്രി ഉണ്ട്, അത് നോക്കാം. ആദ്യം അമാനി മൗലവിയുടെ തഫ്സീർ. അമാനി മൗലവി പറയുന്നത് ഇങ്ങനെയാണ്: ഈ വകുപ്പിൽ ഒന്നിലധികം തരക്കാർ ഉൾപ്പെടുന്നു. ഒരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരാകുന്നു. ഹുനൈനിലെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യയ്ക്ക് നബി ഒരു വൻ തുക നൽകുകയുണ്ടായത് ഇതിനൊരു ഉദാഹരണമാണ്. മക്ക വിജയത്തെ തുടർന്ന് അനേകം ആളുകൾ വന്ന് ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ കാര്യത്തിൽ ആലോചിക്കുവാൻ അല്പകാലം ഒഴിവ് നൽകണമെന്ന് നബിയോട് പറഞ്ഞ് ഒഴിവായ ഒരു ഖുറൈശി പ്രമാണിയായിരുന്നു അദ്ദേഹം. മുശ്രിക്കായിക്കൊണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം ഹുനൈനിൽ സംബന്ധിച്ചിരുന്നതും. അദ്ദേഹം തന്നെ പറയുകയാണ്: ഹുനൈനിൻ്റെ ദിവസം എനിക്ക് റസൂൽ തരുവാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് എനിക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു. അങ്ങനെ തന്ന് മനുഷ്യരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീർന്നു അവിടുന്ന്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിനെ അംഗീകരിച്ച് നല്ല നിലയിലായി തീരുകയും ചെയ്തു. മറ്റൊരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസം അടിയുറച്ച് കഴിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇവർക്ക് വിശ്വാസത്തിൽ ദൃഢതയും സ്ഥിരതയും ലഭിക്കുവാൻ ഇത് സഹായകരമായിരിക്കും. മക്ക വിജയത്തിൽ പുതുതായി വിശ്വസിച്ച പലർക്കും ഹുനൈനിൽ വെച്ച് വലിയ തുകകൾ നബി നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ളവരെ ഇസ്ലാമുമായി ഇണക്കുവാൻ വേണ്ടിയാണിതെന്ന് നബി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതൊരു തരക്കാർ മറ്റു ചിലരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി തീരുമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വല്ലവരിൽ നിന്നും ഉണ്ടാകാവുന്ന ആക്രമണങ്ങളെ തടയുവാൻ ഉപകരിക്കുമെന്നോ കാണപ്പെടുന്നവർ, ഇവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണം പേജ് 1320 1321. ഇനി അബുൽ ആല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ നിന്ന് നമുക്ക് നോക്കാം. താലീഫുൽ ഖൽബ് എന്നാൽ മനസ്സ് ഇണക്കൽ എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ ശത്രുക്കളെങ്കിലും ധനം നൽകിയാൽ ശത്രുതയുടെ കാഠിന്യം ശമിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നവർ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെങ്കിലും അവർക്ക് പണം കൊടുത്ത് ധനമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇസ്ലാമിനോടുള്ള ശത്രുതയുടെ കാഠിന്യം ശമിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നവർ. അവിശ്വാസികളുടെ കൂട്ടത്തിലാണെങ്കിലും പണം കൊടുത്താൽ ശത്രുപാളയം വിട്ട് മുസ്ലിങ്ങളുടെ സഹായികളായി തീരാനിടയുള്ളവർ. ഇസ്ലാമിൽ പ്രവേശിച്ചവരും എന്നാൽ സാമ്പത്തിക സഹായം നൽകി സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മുൻ ശത്രുതയും സ്വന്തം ദൗർബല്യങ്ങളും കാരണമായി കുഫറിലേക്ക് തിരിച്ചു പോയേക്കുമെന്ന് ശങ്കിക്കപ്പെടുന്നവർ. ഇവരെല്ലാം പ്രകൃത നിയമത്തിൻ്റെ വരുതിയിൽപ്പെടുന്നു. സ്ഥിരം അലവൻസുകളോ താൽക്കാലിക സംഭാവനകളോ പാരിതോഷികങ്ങളോ നൽകി ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ സഹായികളും സഹകാരികളുമാക്കാം, അല്ലെങ്കിൽ വിധേയരും ആജ്ഞാനുവർത്തികളുമാക്കാം. ചുരുങ്ങിയ പക്ഷം നിരുപദ്രവികളായ ശത്രുക്കളാക്കി നിർത്തുകയെങ്കിലും ചെയ്യാം. ഈ വകുപ്പിൽ യുദ്ധമുതലുകളും മറ്റു വരുമാനങ്ങളും മാത്രമല്ല, ആവശ്യമെങ്കിൽ സക്കാത്ത് ധനവും ചെലവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നൽകപ്പെടുന്നവർ ദരിദ്രരോ പരാശ്രിതരോ യാത്രക്കാരോ ആകണമെന്നില്ല. പണക്കാരും പ്രമാണിമാരുമാണെങ്കിലും സക്കാത്ത് മുതലിൽ നിന്ന് അവർക്ക് നൽകാവുന്നതാണ്. മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ വോളിയം 2 പേജ് 191. ആശയപരമായി യാതൊരു ഉൾക്കരുത്തുമില്ലാത്ത, അതിലെ ദൈവമെന്ന് അവകാശപ്പെടുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വം പോലും അതിൻ്റെ പ്രമാണഗ്രന്ഥങ്ങൾ വെച്ച് തെളിയിക്കാൻ കഴിയാത്ത ഈ മതത്തിലേക്ക് ആരംഭകാലത്ത് ആളുകൾ ഓടിക്കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
പണത്തിനു വേണ്ടി ഇസ്ലാം സ്വീകരിച്ചവർ തിരിച്ച് ഇസ്ലാം വിട്ട് പഴയ മതത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ പിന്നെയും പിന്നെയും പണം നൽകി സന്തോഷിപ്പിച്ചു നിർത്തണമെന്നാണ് ഖുർആൻ പറയുന്നതെന്ന് ഞാനല്ല, ഇസ്ലാമിക പണ്ഡിതനായ മൗദൂദിയാണ് പറയുന്നത്. അതുപോലെ ഇസ്ലാമിൻ്റെ വിമർശകർക്ക് സ്ഥിരം അലവൻസുകളോ താൽക്കാലിക സംഭാവനകളോ പാരിതോഷികങ്ങളോ നൽകി വിലക്കെടുക്കാനും അവർ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ പോലും നിരുപദ്രവകാരികളായ ശത്രുക്കളാക്കി നിലനിർത്താനും ഖുർആനിൽ പറയുന്നുണ്ടെന്ന് ഞങ്ങളാരുമല്ല, ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ അബുൽ ആല മൗദൂദിയാണ് പറയുന്നത്. ഈ ആയത്തനുസരിച്ചാണ് മുഹമ്മദ് ഈസയുടെ സഹോദരൻ മുഹമ്മദ് യൂസഫ് എനിക്ക് വിലയിടാൻ വന്നത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെല്ലും ചിലവെന്നു പോറ്റുന്ന അറബി നാടുകളിലുള്ള ഷെയ്ഖുമാരുണ്ടല്ലോ, അവരുടെ എണ്ണപ്പാടങ്ങൾ മൊത്തം വിറ്റ് കിട്ടിയാലും ഉണ്ടാകുന്ന പണം പോരാ അനിലിന് വിലയിടാൻ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒഴിവാക്കി വിടുകയാണ് അന്ന് ചെയ്തത്. ഇത്തരം ഓഫറുകൾ ഇസ്ലാം പ്രബലമാകുന്നത് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് അബൂബക്കർ ഖലീഫയായിരിക്കുന്ന സമയത്ത് ഉമർ ഈ നിയമം അസാധുവാക്കി. അതിന് ഉമർ പറഞ്ഞ ന്യായീകരണം, ഇസ്ലാം അശക്തമായ കാലത്തായിരുന്നു ഈ നിയമത്തിൻ്റെ ആവശ്യം. ഇപ്പോഴാകട്ടെ അള്ളാഹു ഇസ്ലാമിനെ പരാശ്രയമുക്തമാക്കിയിരിക്കുന്നു. ഇനി ഇവരൊക്കെ ഇസ്ലാമിനെ ആശ്രയിക്കണം, അല്ലാതെ ഇസ്ലാം ഇവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ നിയമം ഇപ്പോഴും സാധുവാണ്. അതുകൊണ്ടാണ് സൂറ 9:60 പ്രകാരം അനിൽകുമാർ അയ്യപ്പനെ പണം കൊടുത്ത് വിലക്കെടുക്കാമെന്ന് മുഹമ്മദ് ഈസയുടെ ടീമിലുള്ളവർ തീരുമാനിച്ചതും എനിക്ക് അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചതും. അപ്പോൾ ഈ അറേബ്യൻ ജിഹാദിയുടെയൊക്കെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുകിൽ കാശിന് വേണ്ടി മതം മാറിയവരാണ് അവർ, അതല്ലെങ്കിൽ കഴുത്തിന് മുകളിൽ വാൾ വെച്ച് കഴുത്ത് കണ്ടിക്കണോ അതോ തുമ്പ് കണ്ടിക്കണോ എന്ന് ജിഹാദികൾ ചോദിച്ചപ്പോൾ കഴുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി തുമ്പ് കണ്ടിച്ച ഭീരുക്കളുടെ പാരമ്പര്യമാണ് ഇവനൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഇവനാണ് പറയുന്നത് അനിൽകുമാർ അയ്യപ്പൻ പണത്തിന് വേണ്ടി മതം മാറിയവനാണെന്ന്. കോമഡി എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് ഇതിനൊക്കെ? വടി കൊടുത്ത് അടി മേടിക്കുന്ന പതിവ് ഇവന്മാർ ഇനിയെങ്കിലും നിർത്തിയാൽ ഇവർക്ക് കൊള്ളാം. ഈ ക്ലിപ്പിൽ ഹദീസുകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നിവൻ പറയുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ കേട്ട ക്ലിപ്പിൽ. അതിൻ്റെ മറുപടി ഞാൻ ഇപ്പോൾ പറയാൻ നിന്നാൽ വീഡിയോയുടെ ദൈർഘ്യം പിന്നെയും കൂടും. അതുകൊണ്ട് അക്കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ തൽക്കാലം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം മാത്രം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.